ഇനി ഈ പറയുന്ന സതീശൻ്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാൻ ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു ഭയമില്ല. ആയിക്കോട്ടെ, അപ്പോഴും പിണറായി സത്തിന്റെ വോട്ട് വിടണ്ടല്ലോ. ഈ പിണറായി സത്തിന്റെ വോട്ടും UDFന്റെ വോട്ടും കൂടി കൂട്ടുമ്പോൾ ഒന്നും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴും പിണറായി സത്തിനെതിരല്ല, പിണറായിയുടെ വക്താവായി നിൽക്കുന്ന രണ്ടാൾക്കാർ. അപ്പം ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായി സത്തിനെതിരെ വോട്ട് വിടണ്ടല്ലോ. അതിനെന്താ തർക്കം? പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി, അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഒരു സാധ്യതയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോഴും പിണറായി സത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണം ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ ഇതില്. എങ്ങനെ എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തിൽ. ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ 1 മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ. തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. അപ്പം ഇപ്പോൾ ഉണ്ടായ ഈ 1.5 മണിക്കൂറിലുണ്ടായ ട്വിസ്റ്റാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പ്രചരണം ഇതന്നെ പോരെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ്, പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ VD സതീശന്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം. നെക്സസ് പൊളിറ്റിക്സ്. ഈ 2 വ്യക്തികളും പിണറായിസവും BJPയും RSSും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ സഹായമില്ലാതെ. പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 ടേമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ CPIന്റെ ഏതോ ഒരു അന്തമിട്ട സാധു നിൽക്കും. വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പിണറായി, വിവരം കൊടുത്തിരിക്കുന്നു. അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും. അവൻ നിയമസഭ കാണൂല അൻവറിനെ സൈഡാക്കിയിട്ടില്ലെങ്കിൽ. വെരി ക്ലിയർ. ആ ഒരൊറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് VD സതീശൻ ഒളിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെന്ന്. പിണറായിന്റെ പവർ അല്ലാതെന്താ? പിണറായിന്റെ പവർ അല്ലാതെന്താ? എന്ത് പവറുള്ളത്? പിന്നെ അദ്ദേഹത്തിന് വേറെ ചിലരെ വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ BJP എങ്ങോട്ടോ പോകണം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ചില ഇക്വേഷൻസ് പോകുന്നുണ്ട്. ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഒരു അടിസ്ഥാനമില്ലാതെ ഇക്വേഷൻസ് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ തോൽപ്പിക്കാനുള്ള വോട്ട് അദ്ദേഹത്തിന് ഇനി ആരാ കൊടുക്കുക എന്ന് പറഞ്ഞത് കൂടി നമുക്ക് ഇതിൽ അറിയണമല്ലോ.